ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ വയോധികയുടെ കൊലപാതക കേസിൽ അപ്രതീക്ഷിത വഴിത്തിരിവ്. കൊലപാതക കേസിൽ ഇന്നലെ അറസ്റ്റിലായത് യഥാർത്ഥ പ്രതി അല്ല എന്ന് പോലീസ്. കേസിൽ ഒരു സ്ത്രീയടക്കം 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃക്കുന്നപ്പുഴ സ്വദേശി സൈലബ്ദീനും ഭാര്യ അനീഷയുമാണ് അറസ്റ്റിലായത്. ഇരുവരും കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്നാണ് പോലീസിന്റെ നിഗമനം. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന റംലത്തിനെ അബൂബക്കർ കൊലപ്പെടുത്തിയെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പോലീസ് പറഞ്ഞത്. പ്രതിയുടെ ഉദ്ദേശം സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് മുമ്പിൽ അടുപ്പമുണ്ടോ എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ ഇതൊരു ബലാത്സംഗമായതുകൊണ്ട് വിക്ടിമിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് തരാനൊക്കത്തില്ല. അപ്പോൾ അതിൽ അവർ ബ്രേക്ക് ഓപ്പൺ ചെയ്തു. അവരുടെ സമ്മതം ഇല്ലായിരുന്നുകൊണ്ടാണ് ഇയാൾ ബ്രേക്ക് ഓപ്പൺ ചെയ്ത് കയറിയെന്നാണ് മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ശാസ്ത്രീയമായിട്ടുള്ള ഒത്തിരി പരിശോധനാ ഫലങ്ങൾ വരാനുണ്ട്. ശാസ്ത്രീയമായ പരിശോധനാ ഫലങ്ങൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലെ കൃത്യമായിട്ടുള്ള ഈ കൊലപാതകം എങ്ങനെ നടന്നു എന്നുള്ള ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ. സംഭവത്തിൽ അബൂബക്കറിനെ റംലത്തിന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പിന്നാലെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തു. ഇന്ന് രാവിലെ റംലത്തിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആയതോടെയാണ് കേസിലെ ട്വിസ്റ്റ്. റംലത്തിന്റെ ഫോൺ മറ്റൊരു സിം കാർഡ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് കണ്ടെത്തിയതോടെയാണ് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് 2 പേരെ പിടികൂടുകയും ചെയ്തു. തൃക്കുന്നപ്പുഴ സ്വദേശി സൈനലബ്ദീൻ ഭാര്യ അനീഷയുമാണ് പിടിയിലായത്. ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. അതിന്റെ കൺഫെഷനും ഇതില് അബൂബക്കറുമായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്തത്, അതുകൊണ്ട് വളരെ വിളിച്ചു പറയാൻ പറ്റില്ല. പിന്നെ അതേ ഓഫീസേഴ്സ് തന്നെയല്ലേ വിത്തിൻ ഒരു 6 hours 8 hours ഈ പറയുന്ന എല്ലാ എവിഡൻസുമായിട്ട് ആക്ച്വൽ പ്രതികളെ മനസ്സിലാക്കി. റംലത്തിന്റെ കൊലപാതകത്തിൽ സൈനലബ്ദീന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. അതേസമയം നേരത്തെ അറസ്റ്റിലായ അബൂബക്കറിനും കേസിൽ പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ജനം, ആലപ്പുഴ.